രാഹുൽ സുരേഷ്, ഇപ്പോൾ കൂമ്പൻപാറയിലേക്ക് ക്യാമ്പിലുണ്ടായിരുന്ന ആളുകളൊക്കെ കൂടുതൽ പേരൊക്കെ എത്തുന്നുണ്ടോ? അവിടെ ഒരു കറുത്ത നായ ചുറ്റിത്തിരിയുന്നത് കാണുന്നുണ്ടായിരുന്നു. അത് ഈ കുടുംബം വളർത്തിയിരുന്ന നായയാണോ? സുജയ, ദുഃഖകരമായ ഒരു കാഴ്ചകൾ കൂടിയാണ്. ആരെയൊക്കെയോ തിരയുകയാണ് ആ നായ. അവരുടെ പ്രിയപ്പെട്ട ആരൊക്കെയോ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സന്ധ്യയുടെ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണോ അതോ ഈ പ്രദേശത്തുള്ള ഏതെങ്കിലും വീടുകളിലെ നായയാണോ എന്നതിൽ ഒരു വ്യക്തതയില്ല. പക്ഷേ കുറച്ചു നേരമായി അതെന്തൊക്കെയോ തിരയുന്നുണ്ട്. ഈ ദുരന്ത ഭൂമിയിലൂടെ ഇങ്ങനെ ആരെയൊക്കെയോ തേടി നടക്കുന്ന പോലെ ഇങ്ങനെ തിരഞ്ഞു നടക്കുന്നത് നമ്മൾ കുറേ നേരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ക്യാമ്പുകളിലേക്ക് പോയ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഈ സംഭവം അറിഞ്ഞിരുന്നുവെങ്കിൽ കൂടി അവർ തിരികെ ക്യാമ്പുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. അവർ ഇന്നലെ ഇവിടെ നിന്നും പോകുമ്പോൾ ഉണ്ടായ ഒരു സാഹചര്യമല്ല ഇപ്പോൾ തിരികെ വരുമ്പോൾ അവർ കാണുന്നത്. കാരണം അവർക്ക് ഇവിടെ ഉണ്ടായിരുന്നതെല്ലാം തന്നെ നഷ്ടപ്പെട്ട ഒരു സാഹചര്യം കൂടി ഉണ്ട്. ഇവിടെയുള്ള ആളുകളാണോ? അല്ല, ഇവിടെയുള്ള ആണല്ലേ? ഇവിടെ ഉണ്ടായിരുന്ന ആളല്ലേ ഏട്ടാ? ഇതാണോ വീട്? ഇന്നലെ എപ്പോഴാ ക്യാമ്പിലേക്ക് പോകുന്നേ? അവർക്ക് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണ് സുജയ മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള മറ്റ് ആളുകളോട് തന്നെ ചോദിക്കാം. ഇവിടെ ആളല്ലേ? എപ്പോഴാ ഈ സംഭവം അറിയുന്നേ? സുജയ, ഇവിടെയുള്ള കൂടുതൽ പേരും സംഭവം അറിഞ്ഞു വരുന്നവരാണെന്ന് തോന്നുന്നു. അവിടെ ഉണ്ടായിരുന്ന 22 വീടുകളിൽ പെട്ട ആരെങ്കിലും ആണോ നമ്മളിപ്പോൾ സംസാരിക്കുന്നത്? ഇവിടെ തന്നെ ഈ ഉന്നതി തന്നെ കഴിയുന്ന ആളല്ലേ ചേട്ടൻ? അതെ. ക്യാമ്പിലായിരുന്നോ ഈ സംഭവം നടക്കുമ്പോ? ക്യാമ്പിലായിരുന്നു. ഞങ്ങൾ ക്യാമ്പിലേക്ക് പോയില്ലായിരുന്നു. ഞങ്ങൾ താഴെ വീട്ടിലായിരുന്നു, തൊട്ടപ്പുറത്തുള്ള വീട്ടിൽ. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അടിമാലി മൂന്നാർ പാതയിലൂടെയുള്ള ഗതാഗതം ഇപ്പോൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസും ഒക്കെ ഇടപെട്ട് അവിടെ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയിരുന്നു. പുലർച്ചയോടുകൂടിയാണ് സന്ധ്യയെയും ബിജുവിനെയും പുറത്തെടുക്കാൻ കഴിഞ്ഞത്. മണ്ണിടിഞ്ഞുണ്ടായ ദുരന്തത്തിൽ ബിജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. മണ്ണിടിഞ്ഞ് വീണപ്പോൾ വീടിനുള്ളിലായിരുന്ന ഇരുവരും വീടിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ദേശീയപാതയിൽ നിർമ്മാണത്തിനായി മണ്ണെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അശാസ്ത്രീയ രീതിയിലാണ് മണ്ണെടുത്തത് എന്ന ആരോപണം കൂടി ഉയരുന്നുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ കൂമ്പൻപാറയിലാണ് ഇന്നലെ രാത്രി 10 മണിക്ക് ശേഷം ഈ വലിയ മണ്ണിടിച്ചിലുണ്ടായത്. രാഹുൽ സുരേഷ്, ആ മണ്ണിടിഞ്ഞ് വീണ പ്രദേശം കാണുമ്പോൾ ഇവരുടെ വീട് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സമാന രീതിയിൽ 1-2 വീടുകൾ കൂടി തകർന്നിട്ടുണ്ട് എന്ന് കരുതുന്നു. അവിടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ വലിയ ദുരന്തമായി മാറില്ലായിരുന്നോ ഇത്? സുജയ, നമുക്ക് ആദ്യം ഈ സന്ധ്യയുടെയും ബിജുവിന്റെയും വീട് തന്നെ കാണിച്ചു തരാം. ഈ കാണുന്ന കട്ടിലായിരുന്നു രണ്ടുപേരും കിടന്നിരുന്നത്. ഇവർക്ക് മുകളിലേക്ക് ഈ കാണുന്ന കോൺക്രീറ്റ് പാളികൾ, അതോടൊപ്പം തന്നെ ഈ കാണുന്ന കോൺക്രീറ്റ് പാളികളും മുകൾ ഭാഗത്തെ ഫാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ കട്ടകളെല്ലാം തന്നെ ഇവരുടെ ശരീരത്തേക്ക് പതിച്ച നിലയിലായിരുന്നു. വലിയ പാടുപെട്ട ശേഷം തന്നെയാണ് ഈ രണ്ടുപേരെയും പുറത്തെടുത്തത്. ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് ഇത്രയും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഇത് 2 JCB ഉപയോഗിച്ചുകൊണ്ട് ഈ കാണുന്ന പ്രദേശത്തെ മണ്ണൊക്കെ പുറത്തേക്ക് നീക്കം ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് ഈ കാണുന്ന രീതിയിലേക്ക് ഒന്നും കയറി ചെല്ലാൻ പറ്റുന്ന രീതിയിലേക്ക് ഇത് മാറ്റിയത്. ഈ ഒരു അവസ്ഥയിലാണ് ബിജുവിനെ ഈ കട്ടിലിൽ നിന്നും എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയത്. പക്ഷേ സന്ധ്യയെ ഇവിടെ നിന്നും പുറത്തെടുക്കുമ്പോൾ ഈ കാണുന്ന പോലെ തന്നെ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്തിരുന്നൊന്നുമില്ല. ഒരാൾക്ക് കറക്റ്റ് കടന്നു പോകാൻ കഴിയുന്ന, അതായത് നിരങ്ങി അകത്തേക്ക് കയറാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെയാണ് സന്ധ്യയെ അകത്തു നിന്നും പുറത്തേക്ക് എടുത്ത് കൊണ്ടുപോവുകയും ചെയ്തത്. അതായത് രാത്രി ഒരു 1 മണി 2 മണിയോട് കൂടി തന്നെ സന്ധ്യയെ പൂർണ്ണമായും ഇത് മാറ്റിയിരുന്നു, അതായത് സ്ലാവുകൾ മാറ്റിയിരുന്നു. പക്ഷേ ഒരു കാലിന്റെ പുറത്തായിരുന്നു ഒരു സ്ലാവ് കിടന്നിരുന്നത്. അതിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ കഴിയാത്തതായിരുന്നു വലിയ പ്രതിസന്ധിയായി മാറിയത്. ഏറ്റവും ഒടുവിൽ 3:15 കൂടി അത് മാറ്റി. പിന്നീട് ഒരു 4:15 കൂടിയിട്ടാണ് ഇവിടെ നിന്നും ബിജുവിനെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ബിജു പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. സന്ധ്യ മാത്രമായിരുന്നു പ്രതികരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ആശുപത്രിയിൽ എത്തി തൊട്ടു പിന്നാലെ മരണം സ്ഥിരീകരിക്കുകയുമായിരുന്നു. ഈ സംഭവം അറിഞ്ഞ് കുറേയധികം ആളുകൾ, അതായത് ഇവിടെ താമസിക്കുന്ന ആളുകളും അതോടൊപ്പം തന്നെ ഈ വിവരം അറിഞ്ഞ് മറ്റുള്ള ഇടങ്ങളിൽ നിന്നും ഉൾപ്പെടെ കുറേയധികം ആളുകൾ
എത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ആ കാണുന്നതാണ് ഈ സന്ധ്യയുടെയും ബിജുവിന്റെയും ഒരു ബന്ധുവീട് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീട്ടിൽ കഴിഞ്ഞോളാം എന്ന ഒരു ഉറപ്പിന്റെ പുറത്തായിരുന്നു ക്യാമ്പിൽ നിന്നും പോകുന്നത്. 20ാമത്തെ നമ്പറായാണ് ഇരുവരും ഈ ക്യാമ്പിൽ എത്തിയ ശേഷം പേര് ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. രാത്രിയോടുകൂടി ഈ വീട്ടിലേക്ക് വരുന്നു. ആ വീട്ടിൽ വന്ന ശേഷം രേഖയെടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ആയിട്ട് തൊട്ടപ്പുറത്ത് ഏതാണ്ട് 100 മീറ്റർ മാത്രം അടുത്തുള്ള ഈ വീട്ടിലേക്ക് വരികയായിരുന്നു. ആ വീട്ടിലേക്ക് എത്തിയ സാഹചര്യത്തിലേക്കായിരുന്നു ഇത്തരത്തിൽ ഒരു വലിയ അപകടം ഉണ്ടാവുകയും ചെയ്തത്.